നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാലുവാരൽ ആരോപണം. സ്വന്തം പഞ്ചായത്തിൽ UDFന് ഭരണം നഷ്ടമായതിന് പിന്നാലെ രാജി സമർപ്പിക്കൽ. ദേശീയഗാനം ആലപിക്കവേ വരുത്തിയ പിഴവ്. ഒടുവിലിത LDF മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്ന ഫോൺ സംഭാഷണത്തോടെ സ്ഥാനനഷ്ടം. തിരുവനന്തപുരം DCC അധ്യക്ഷനായിരിക്കെ പാലോട് രവി ചെന്നുചാടിയ വിവാദങ്ങൾ പലതുണ്ട്. സ്വന്തം പഞ്ചായത്തായ പെരിങ്ങമലയിൽ UDFന് ഭരണം നഷ്ടപ്പെട്ടതോടെ രവി രാജിക്കത്ത് നൽകിയെങ്കിലും അന്നത് KPCC നേതൃത്വം സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും LDF അധികാരത്തിലെത്തുമെന്ന ഫോൺ സംഭാഷണത്തിൽ പാലോട് രവിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു, രാജിവെക്കേണ്ടി വന്നു. UDF അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷ പ്രതിപക്ഷ നേതാവും UDFും ഒന്നടങ്കം പങ്കുവയ്ക്കുന്ന വേളയിലാണ് അതിനെതിരായി സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അപശബ്ദം ഉയരുന്നത്. വീണ്ടും LDF അധികാരത്തിലെത്തുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുമെന്നുമുള്ള പാലോട് രവിയുടെ ഓഡിയോ സംഭാഷണം തെല്ലൊന്നുമല്ല UDFനെ വെട്ടിലാക്കിയിരിക്കുന്നത്. രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ലെന്നായിരുന്നു. ഓഡിയോ സന്ദേശം പുറത്തുവിട്ട ബ്ലോക്ക് സെക്രട്ടറിയെയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. സ്വന്തം മണ്ഡലത്തിലെ പഞ്ചായത്തായ പെരിങ്ങമലയിൽ UDFന് ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പാലോട് രവി രാജിക്കത്ത് പാർട്ടിക്ക് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഇത്. എന്നാൽ അന്ന് പാർട്ടി രാജി തള്ളി. കോൺഗ്രസ് അംഗങ്ങൾ CPMൽ ചേർന്നതോടെയായിരുന്നു പഞ്ചായത്ത് ഭരണം പാർട്ടിക്ക് നഷ്ടപ്പെട്ടത്.